Hi, good morning. It's me, Simon, യൂട്യൂബ് ചാനൽ, അതുപോലെ ഫേസ്ബുക്ക്, പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം, എല്ലാ പ്രേക്ഷകർക്കും ഒരു സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. 79 വർഷമായി ദീർഘകാലമായി ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചു. അവിടെ നിന്ന് നാം ഇന്ന് ലോകരാജ്യങ്ങളിലേക്ക് നമുക്ക് മുന്നിട്ട് സാമ്പത്തിക ശക്തിയായി പല വിധത്തിൽ നമുക്ക് ഉയർന്നു പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മുടെ എല്ലാ മനുഷ്യരുടെയും സാമ്പത്തിക ക്രയവിക്രയങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ ഒരു പൗരജീവിതത്തിൻ്റെയോ ഒരു പൂർണ്ണത കൈവന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോഴും പല സ്റ്റേറ്റിലും ഒരു പരാതി എടുക്കണമെങ്കിൽ കളക്ടറും അല്ലെങ്കിൽ പോലീസ് ഓഫീസർമാരുടെ ഉയർന്ന ആളുകളും പറയേണ്ട, അല്ല മന്ത്രിമാരിടപെടേണ്ട സ്ഥിതിയാണ്. ഒരു പൗരനൊരു പരാതി പോലീസ് സ്റ്റേഷനിൽ സമർപ്പിക്കാൻ പോലും അവസരം കിട്ടണമെങ്കിൽ അതാണ് സ്ഥിതി. അതൊക്കെ വളരെ മോശമായ സ്ഥിതിയാണ്. എന്നിരുന്നാലും മറ്റു കാര്യങ്ങളിൽ നമ്മളെല്ലാവരും മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സമ്പന്ന രാജ്യത്തെ പോലെ സാമ്പത്തിക ശ്രേഷ്ഠത കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളതിൽ സന്തോഷമുണ്ട്. എല്ലാവരെയും അഭിനന്ദിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യം വളരെ മുന്നോട്ട് കുതിക്കുമ്പോൾ ഈ രാജ്യത്തു നിന്ന് വ്യത്യസ്തമായൊരു സംസ്ഥാനം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേരളമാണ്. ഇവിടെ നമുക്ക് സ്വതന്ത്രമായി സംസാരിക്കാനും സ്വതന്ത്രമായി ഇടപെടാനും ഏത് പോലീസ് ഓഫീസറോടാണെങ്കിലും ന്യായം പറയാനൊക്കെ നമുക്കിവിടെ കഴിയും. അത്തരത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോയി. അപ്പോൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഒരു വാർത്ത കണ്ടു. ഇത് വളരെ സന്തോഷം തോന്നി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ 12 to 20 ടൂൾസ് വാങ്ങാനൊക്കെ ഗവൺമെൻറ് തീരുമാനിച്ചു. ദാറ്റ് മീൻസ് അത് വളരെ മുമ്പോട്ട് കുതിക്കുകയാണ്. പലപ്പോഴും ഞാൻ ഓർക്കുവേ, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇത്ര ഡെവലപ്പ് ചെയ്ത് നമ്മുടെ സംസ്ഥാനത്തെ ചിലത് സിഗ്നൽ ഇങ്ങനെ കിടക്കുവേ, സിഗ്നൽ പോയിന്റുകളിൽ വണ്ടികളെല്ലാം പോയാലും കുറച്ച് നേരം ഇങ്ങനെ ബ്ലാങ്കായിട്ട് കിടക്കും. അത് കഴിഞ്ഞ് മറ്റു വണ്ടികളെല്ലാം ബ്ലോക്കായി കിടക്കുക. എന്നാൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണ് ഇത് വരുന്നതെങ്കിൽ അത് കണ്ട് വാഹനം കുറയുമ്പോൾ സിഗ്നൽ എടുത്താനും മറ്റുള്ള ക്രമീകരണം ചെയ്യാനും ഒക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ് കഴിയും. അതിലേക്ക് നമ്മുടെ ഈ ട്രാഫിക് പോയിൻറ്റുകളൊക്കെ മാറേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. കൃത്യമായിട്ട് അപ്പം കുറച്ചുകൂടെ എഫിഷ്യൻസിയിൽ കാര്യങ്ങൾ നടക്കും. ക്ലിപ്തപ്പെടുത്തിയ ഇത്ര സെക്കൻഡ് പച്ച ലൈറ്റ്, ഇത്ര സെക്കൻഡ്, അതല്ലാതെ വാഹനം തീർന്നു കഴിയുമ്പോൾ ഒരു കോൺവോയ് പോയി കഴിഞ്ഞ് ബ്ലാങ്ക് ആകുമ്പോൾ ഉടനെ ഇത് വരികയും ഉടനെ അടുത്ത പ്രിഫറൻസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ മാറ്റിയാണ് കുറേ കൂടെ നന്നായിരുന്നു. എന്തായാലും ഇന്ത്യയെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പം പലതും കേരളത്തിന് അനുകൂലകമല്ല. ഈ ഒരു ഡിസംബറോട് കൂടി കേരളത്തിൽ കുടുംബമില്ല, സ്വന്തമായി ഭവനമില്ലാത്തവരുടെ എണ്ണം നിശേഷം തീരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അതിൻ്റെ പദ്ധതികൾ അവർ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, കോട്ടയം ജില്ല അതിദരിദ്രരില്ലാത്ത ജില്ലയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായും പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കും. അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും വലിയ താമസമില്ല, അങ്ങനെ വരും. ഒരു വലിയ സന്തോഷമായ കാര്യമാണ്. പ്രിയമുള്ളവരെ, ഇതോടൊപ്പം ഞാൻ ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ പലരും വ്യാകുലതയിലാണ്. ഇന്ത്യയിലെ 15ഓളം സംസ്ഥാനങ്ങളിൽ ഭരണഘടനയ്ക്ക് അനുസൃതമാണോ വിരോധമാണോ നമുക്ക് അറിഞ്ഞുകൂടാ, ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയും ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട 2 അംഗങ്ങളെ അറസ്റ്റ് ചെയ്യുകയും അവസാനം ഇന്ത്യ മുഴുവൻ ഗർജിച്ചുകൊണ്ട് ശബ്ദമുയർത്തിയപ്പോൾ ആ കൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും കൂടി ഗർജിക്കുകയും എതിർക്കുകയും ചെയ്തപ്പം അത് തെറ്റായിപ്പോയി എന്നുള്ള ഇതിൽ അത് മുന്നോട്ട് വന്നിരിക്കുകയാണ്. കാരണം പോലീസിൻ്റെ നടപടിക്രമം തെറ്റായിപ്പോയി. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കുറച്ച് പ്രവർത്തകർ അത് തെറ്റായിപ്പോയി. കാരണം ഓൾറെഡി ഒരു മതസമുദായത്തിൽ അംഗമായ ആളുകൾ ഒരു ജോലിക്ക് വേണ്ടി അതിൻ്റെ മിഷൻ സിസ്റ്റേഴ്സിനോടൊപ്പം പോയതാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഒന്നുമില്ല ചെയ്യാൻ. അതാണ് സ്ഥിതി. തീർച്ചയായും ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോടൊപ്പം ഞാൻ പങ്കെടുത്തൊരു സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഒരു ക്ലിപ്പ് കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളതും കൂടെ കാണണം. തീർച്ചയായിട്ടും ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനൽ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ, നെഗറ്റീവ് പറയാറില്ല. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കുതിപ്പിനെ പറ്റി എപ്പോഴും പറയാറുണ്ട്, അത് സത്യവുമാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് സംസാരിച്ചപ്പം ഇന്ത്യയിലെ ഏറ്റവും
സാമ്പത്തികമായി തകർന്നിരിക്കുന്ന സംസ്ഥാനം കേരളമാണെന്നുള്ള മട്ടിൽ സംസാരിച്ചു. അത് ഈ പത്രങ്ങൾ എഴുതി തരണോണ്ടാണ്. എന്നാൽ ശരിക്കും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ അറിയാം, ഏറ്റവും കൂടുതൽ വായ്പ എടുത്തിട്ടുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. രണ്ടാമത് തമിഴ്നാടാണ്. കേരളം ഒത്തിരി താഴെയാണ്. അത് വെച്ച് നോക്കിയാൽ ഇനിയും ഒത്തിരി കടമെടുക്കാം. പ്രൊഡക്റ്റീവ് കാര്യത്തിന് കടമെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇന്ത്യയുടെ കടം ഒന്ന് ആലോചിച്ച് ഈ പറയുന്ന ആശാമാർ ബോധം കിട്ടുന്നത്. കാരണം ഇന്ത്യക്ക് അതിനുള്ള സ്രോതസ്സുണ്ട്, നികുതി വരുമാനമുണ്ട്, കമ്മട്ടമുണ്ട്, മറ്റ് വരുമാന മാർഗങ്ങളുണ്ട്, വിദേശ ജോലി ചെയ്യുന്ന ആളുകളുടെ ഫോറിൻ കറൻസി വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി അതുകൊണ്ട് നമുക്ക് കടമെടുത്ത് കാര്യങ്ങൾ ചെയ്യാം, തെറ്റൊന്നുമില്ല. പിന്നെ നമ്മൾ റോഡുകളൊക്കെ പണിയുന്നു. റോഡ് ആരോ കാശ് മുടക്കും. ശരിക്കും പറഞ്ഞാൽ വലിയ രസമുണ്ട്. കേന്ദ്ര സർക്കാരാണ്, കേരള സർക്കാരെന്നൊക്കെ പറയുന്നത്. നമ്മളീ പണിയുന്ന റോഡിൻ്റെ കാശ് നമ്മൾ തിരിച്ചടയ്ക്കുന്നില്ലേ? നിങ്ങൾ ഇത് റോഡിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ടാഗ് കൊടുക്കില്ലേ, എന്നാ പറയുന്നത്, പിരിവ് കൊടുക്കത്തില്ലേ ട്രാഫിക് ചെക്കിംഗ് പോസ്റ്റിൽ? അത് എന്തിനാണ്? അത് ഓരോരുത്തർ ലേലം പിടിച്ച് പ്രൈവറ്റുകാരായി കളക്ട് ചെയ്യുന്നത്. 400 കോടി മുടക്കി റോഡും പാലവും പണിതാൽ 400 കോടി 5000 കോടി തിരിച്ചുകൊണ്ട് അവർ പോകുന്നത്. അപ്പം പറയുമ്പം കേന്ദ്ര ഗവൺമെൻറ് അവർ വെറും പോളിസി മാത്രമേ 80,000 കോടി അനുവദിച്ചിരിക്കുന്നു. 80,000 കോടി മുടക്കുന്ന ഒരു സ്വകാര്യ കമ്പനിയാണ്. അവരത് ജനങ്ങളിൽ നിന്ന് അത് പിരിച്ചെടുക്കും. ബസ്സും വണ്ടിയും കാറിനും ഒക്കെ ആയിട്ട് പിടിച്ചെടുത്ത് അവരത് വസൂലാക്കുകയും ചെയ്യും. അപ്പോൾ പണം മുടക്കി ആക്ച്വലി ആരാ? നമ്മൾ തന്നെയാണ്. കണക്കിൽ മാത്രമേ ഉള്ളൂ ഈ ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ. മനസ്സിലായില്ലേ? ഓക്കെ. എനിക്കോ അതൊക്കെ പറയാനും മാത്രം ഒരു തൻ്റെ ഇടം ശങ്കറ് പോവുക നമുക്ക് സംഘടന നമുക്കുണ്ട്. അത് നമ്മൾ കേരളത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ്. കേരളത്തിന് പുറത്ത് നിന്നുകൊണ്ടാണെങ്കിൽ എല്ലാ സംസ്ഥാനത്തും ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എനിക്ക് സംശയമുണ്ട്. ഇനിയോ നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ നമുക്ക് പങ്കാളികളാകാം. ഭാരതാംബയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ അതിൽ നമുക്ക് ഉൾപ്പുളരാകാം, സന്തോഷിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഫാന്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. ഇതോടൊപ്പം ഞാൻ 1-2 ക്ലിപ്പിങ്ങുകൾ ഇടും, അതോടെ ആസ്വദിക്കണം. ഓക്കെ, താങ്ക് യു.